ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നാട് കാണിക്കൽ വ്ളോഗാണ് കേട്ടോ. എൻ്റെ നാട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ യൂട്യൂബ് ലോങ്ങിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ നാടിൻ്റെ മറ്റൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത് ലോങ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതൊക്കെ അങ്ങനെ എടായി ആയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. എടായികളൊക്കെ വെട്ടിപ്പൊളിച്ച് ശരിയാക്കി. എടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടും കുഴികളൊക്കെ ആയിട്ട് കല്ലും മുട്ടിയൊക്കെ ആയിട്ട് ഒരാൾക്കൊക്കെ നടന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതൊക്കെ വെട്ടിപ്പൊളിച്ച് ശരിയാക്കിയിട്ട് റോഡൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ കയറ്റിയവർക്കുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഡാർ വർക്കാണെങ്കിൽ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് നമ്മളെ നാട് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. രാത്രി 8:30 ഒക്കെ ലൈവ് വരും. അപ്പോൾ ലൈവിൽ എല്ലാവരും പങ്കെടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളെ നാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ എന്താ റോഡ് സൈഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഇടവഴികളുമാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. പുരോഗമനം കുറച്ച് കുറഞ്ഞ നാട് എന്ന് വേണമെങ്കിൽ ഞങ്ങളെ നാടിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതാണ് മറ്റൊരു ഇടായിട്ടോ. അധികം പുരോഗമനമൊന്നും ആയിട്ടില്ല. പിന്നെ ഞങ്ങളെ നാടിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഞങ്ങളെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകൻ തയ്യാറാക്കിയതാണ്. ഇങ്ങനെയും ഒരു ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. യൂട്യൂബിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും കാണണം എന്നുള്ളവർ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് നമ്മളെ വീഡിയോയിൽ ഇതുപോലെ നമ്മളെ നാടിനെ പറ്റിയിട്ടുള്ള വീഡിയോസുകളൊക്കെ തുടർന്ന് ഞാനിടുന്നതാണ്. ഒരുപാട് സുന്ദരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്.